എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 30-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹൻ. നമസ്തേ ഇന്ദു. നമ്മുടെ ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന സെഗ്മെന്റുകളാണുള്ളത്. ആദ്യം ചോദ്യോത്തര പരിപാടിയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗവും 9 മുതൽ 9:15 വരെ സാർവലവ്യ പ്രാർത്ഥനയും. നമുക്ക് അപ്പോ ആദ്യം ഒരു സെന്ററിങ് ചെയ്തതിനു ശേഷം ചോദ്യോത്തരത്തിലേക്ക് കിടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി നമുക്ക് സ്നേഹപൂർവം കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. മോനിന്റെ ഇനി ഈ ആഴ്ചയിലെ ചോദ്യം, ജോയ് അട്രാക്ട്സ് ഗ്രേസ്, ഇങ്ങനെ ഒരു പ്രസ്താവന, അതായത് മലയാളത്തിൽ പറയുമ്പോൾ ആനന്ദം അനുഗ്രഹത്തെ ആകർഷിക്കുന്നു. ഈ ഒരു പ്രസ്താവന നമ്മുടെ ഹാർട്ട്ഫുൾനെസിന്റെ എല്ലാ മാസ്റ്റേഴ്സും നിരന്തരം ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അത് പലപ്പോഴും ചിലപ്പോൾ സ്പീച്ചിലൂടെ ആയിരിക്കും, ചിലപ്പോൾ വിസ്പേഴ്സ് മെസ്സേജസിലൂടെ, അതേപോലെ തന്നെ ദാജിയുടെ പല ലേഖനങ്ങളിലും അദ്ദേഹം പറയാറുണ്ട് ഈ പ്രസ്താവന. അപ്പോ നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഈ ഒരു പ്രസ്താവനയുടെ അർത്ഥം, അതിന്റെ ഒരു വശങ്ങളെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാം. വെൽ, ജോയ് അട്രാക്ട് ഗ്രേസ്, അതായത് ആനന്ദം അനുഗ്രഹത്തെ ആകർഷിക്കുന്നു എന്നുള്ളത് എല്ലാ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും അതിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ജോയ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഹാപ്പിനെസ് എന്താണ്, ജോയ് എന്താണെന്നുള്ളതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. ആനന്ദം, സന്തോഷം, 2 വാക്കുകളില്ലേ. ഇപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ഉണ്ട്, വിപരീതമുണ്ട്. സന്താപം അല്ലെങ്കിൽ സങ്കടം നമുക്ക് പറയും. പക്ഷെ ജോയ് അല്ലെങ്കിൽ ആനന്ദം എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കില്ല. അപ്പോൾ വിപരീത ഇല്ലാത്ത, പരസ്പര വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു സ്പിരിച്വൽ കണ്ടീഷനാണ് ജോയ് എന്ന് പറയുന്നത്. ഒരു ആത്മീയ നിലയാണ് ജോയ് എന്ന് പറയുന്നത്. സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് കണ്ടീഷൻ ഉണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് സന്തോഷം, നഷ്ടപ്പെട്ടാൽ നമുക്ക് സങ്കടം. ഇപ്പം കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ
നിബന്ധനകളുണ്ട്. നിബന്ധനകളില്ലാത്ത, പരസ്പര വൈരുദ്ധ്യങ്ങളില്ലാത്ത ആത്മീയ നിലയാണ് ജോയ് എന്ന് പറയുന്നത്. അപ്പോൾ ജോയ് അട്രാക്ട് ഗ്രേസ്. ആനന്ദം അനുഗ്രഹത്തെ ആകർഷിക്കും. ഇത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണ്? അനുഗ്രഹം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം, അത് ഗുരുവിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പൊ ആനന്ദം എന്ന് പറയുന്നതോ, ബോധപൂർവം ആനന്ദം എന്നുള്ള അവസ്ഥ നമ്മുടെ ഉള്ളിൽ നിലനിർത്തേണ്ടത് ഒരു ആത്മീയ സാധകന്റെ ഉത്തരവാദിത്വം. നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ ആത്മീയ പുരോഗതി എന്ന് പറയുന്നത് ഗുരുവിന്റെ ഉത്തരവാദിത്തമാണ്. സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് ആത്മീയ സാധകന്റെ ഉത്തരവാദിത്തമാണ്. ഇത് രണ്ടും ഒരേപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതായത് ആനന്ദം എന്നത് നമ്മുടെ സ്വഭാവമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഉപനിഷത്ത് വചനങ്ങൾ ആനന്ദം ബ്രഹ്മേതി വിജാനാത് എന്ന് പറയും. ആനന്ദം ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ്. സൃഷ്ടിയുടെ കാരണം തന്നെ അതെന്ന് പറയാം. അതായത് ഇപ്പൊ സൃഷ്ടി ഉണ്ടാവണു, കുറച്ചു നാൾ നിലനിൽക്കണു, അത് കഴിഞ്ഞ് ഇല്ലാതെയാവണം. നമ്മൾ പറയില്ലേ, സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പൊ സൃഷ്ടി ചില സമയത്ത് പ്രകടമാവും, ചില സമയത്ത് പ്രകടമല്ലാതിരിക്കും. അപ്പൊ എന്തിനാണ് ഈ സൃഷ്ടി എന്നുള്ളത് മനുഷ്യരാശി ഉണ്ടായ കാലം മുതലുള്ള ചോദ്യമാണ്. അതിൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിന് ഉത്തരം പറയുന്നുണ്ട്. ഓരോ സൃഷ്ടിയും അതിൻ്റെ മഹിമ പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായത്. ആനന്ദത്തോടെ അതിൻ്റെ മഹിമ പ്രകടമാക്കലാണ് സൃഷ്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആനന്ദം ബ്രഹ്മേതി വിചാര, അതായത് സൃഷ്ടിക്ക് പ്രകടമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, മാനിഫെസ്റ്റഡ് സ്റ്റേജ്. പ്രകടമല്ലാത്തൊരവസ്ഥയുണ്ട്, അൺമാനിഫെസ്റ്റഡ് സ്റ്റേജ്. ഇപ്പൊ സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങള്, ഇതൊക്കെ ഇപ്പോൾ ഉണ്ട്, കുറെ കഴിയുമ്പോൾ ഇല്ലാതെ പോകും. അപ്പോ ഒരു അനന്ത ശൂന്യ വിസ്തൃതി, എല്ലാ സൃഷ്ടികളും ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അവിടുന്ന് വീണ്ടും സൃഷ്ടി ഉണ്ടാവണം. എന്തിന്? ഈ അനന്ത ശൂന്യ വിസ്തൃതിയില് ഉറങ്ങിക്കിടക്കുന്ന എല്ലാ സൃഷ്ടികളെയും ഉണർത്തി അത് കണ്ട് ആസ്വദിക്കണമെന്ന് ബ്രഹ്മത്തിന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഒരു ചലനമായി, ഒരു ഇളക്കമായിട്ടാണ് സൃഷ്ടി ഉണ്ടായതെന്ന് പറയാം. മോഡേൺ സയൻസും അതിനോട് യോജിക്കുന്നത്, അതിനെയാണ് ബിഗ് ബാങ് തിയറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ആ ചലനത്തില് സൃഷ്ടി ഉണ്ടായി എന്ന് പറയുമ്പോൾ, സൃഷ്ടിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എല്ലാ ചെറിയ സൃഷ്ടി, ഒരു ആറ്റം മുതൽക്ക് ഭീമാകാരമായ സൃഷ്ടി വരെ, അതിനെല്ലാം നിശ്ചലമായ ഒരു കേന്ദ്രമുണ്ട്, പ്രകടമായി നിൽക്കുന്ന ഒരു ബാഹ്യമുണ്ട്. ഇപ്പൊ ബ്രഹ്മം തന്നെ നിശ്ചലമായിട്ട് ആന്തരികമായിട്ട് പുരുഷൻ എന്ന രീതിയിലിരിക്കുന്നു. അതേ ബ്രഹ്മം തന്നെ പ്രകടമായിട്ട് പ്രകൃതി എന്നുള്ള നിലയിൽ ചലനാത്മകമാവും. അപ്പോ നിശ്ചലമായിരിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ ബ്രഹ്മം പ്രകടമായിരിക്കുന്ന ഈ പ്രകൃതിയെ കണ്ട് ആസ്വദിക്കുകയാണ്. അങ്ങനെയാണ് സൃഷ്ടി. അപ്പോ ഈ നിശ്ചലതയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഈ പ്രകടമായത് കണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. അതായത് ആനന്ദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിനെ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സൃഷ്ടി ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആനന്ദത്തോടെ അതിൻ്റെ മഹിമ പ്രകടമാകുന്നത്. അപ്പോൾ ഹൃദയത്തിലേക്ക് ബോധം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധ്യാനമാണ് ഇതിൻ്റെ ആനന്ദത്തിൻ്റെ അല്ല, ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം നമുക്ക് മനസ്സിലാവും. ഒരു സമുദ്രം പോലെ അതിൻ്റെ ആഴക്കടലിൽ വളരെ ശാന്തമാണ്. അവിടുന്ന് ഒരു ചെറിയ കുഞ്ഞോളമായിട്ട് തുടങ്ങും, അത് ഇനി കരയ്ക്കെത്തുമ്പോഴേക്കും അത് ഭീമാകാരമായിട്ടുള്ള തിരമാലകളാവും.
അതായത് ഭൗതികത്തോട് അടുക്കും തോറും ജീവിതം കൂടുതൽ കലുഷിതമാവും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആന്തരികമായിട്ട് ആ കേന്ദ്രത്തിലേക്ക് പോകുന്തോറും അത് ശാന്തമാണ്, സുഖാണ്, സമാധാനമാണ്. ഇത് സൃഷ്ടിയുടെ അടിസ്ഥാന തത്വമാണ്. ഇത് തുടങ്ങുന്നത് ബോധത്തിനെ നമ്മൾ കേന്ദ്രബിന്ദുവായിട്ടുള്ള ഹൃദയത്തിൽ കൊണ്ട് നടക്കുമ്പോൾ സൃഷ്ടിനെ നമുക്ക് ആസ്വാദ്യകരമാണ്. നേരെ മറിച്ച് ഇതേ ബോധം ഉപരിതലത്തിലേക്ക് വരുന്ന സമയത്ത് അസ്വസ്ഥതയാണ്. ഇതാണ് ഇതിന്റെ അടിസ്ഥാന സംഗതി എന്ന് പറയുന്നത്. അപ്പോ കഴിഞ്ഞ ലാലാജി മഹാരാജിന്റെ ബർത്ത്ഡേ സമയത്ത് ദാജി ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ബാബുജി മഹാരാജ് 1981 സൗത്ത് ആഫ്രിക്കൻ ടൂർ കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുന്ന സമയത്ത് അവിടുത്തെ അഭ്യാസികളൊക്കെ അദ്ദേഹത്തിന് ചുറ്റും കൂടി. എന്നിട്ട് പറഞ്ഞു, ബാബുജി അങ്ങ് ഞങ്ങളെ വിട്ട് പോവല്ലേ, അടുത്ത തവണ കാണുന്നവരെ ഞങ്ങൾക്ക് മനനം ചെയ്യാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് ചോദിച്ചു. അപ്പോ ഉപനിഷത്ത് വചനങ്ങൾ പോലെ ബാബുജി 2-3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. അതാണ് കഴിഞ്ഞ മെസ്സേജിൽ ദാജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തായിരുന്നു മെസ്സേജ്? ആദ്യത്തെ വരി തന്നെ, എൻ്റെ സഹയാത്രികരായ നിങ്ങളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ അറിയാത്ത ലക്ഷ്യത്തിന് നേരെ അനന്തമായി നീങ്ങുന്നവരാണ്. അനന്തമായ യാത്ര. എല്ലാവരെയും സ്നേഹിക്കുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുക. ലക്ഷ്യം വിദൂരമല്ല, നിരന്തര സ്മരണയാണ് അതിനുള്ള ഉപകരണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനുഗ്രഹങ്ങൾ. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. പല ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കും, എൻ്റെ സഹയാത്രികരായ നിങ്ങളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ആത്മീയ പാതയിൽ വന്നത് അഭിനന്ദനാർഹമാണെന്ന് ഗുരു തന്നെ പറയുന്നു. അതായത് ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതിയിൽ വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഈ ചോയ്സ് എന്നല്ലേ. എപ്പോഴും നമ്മൾ അഭിനന്ദിക്കുക, നമുക്ക് വലിയൊരു ഭാഗ്യം സിദ്ധിക്കുമ്പോഴല്ലേ നമ്മൾ അഭിനന്ദിക്കുക. അപ്പൊ ഈ പാതയിൽ വന്ന ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നു. ആദിശങ്കരാചാര്യർ പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ മനുഷ്യന്റെ മഹാഭാഗ്യങ്ങളെ കുറിച്ച്? മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം എന്ന് പറയും. മനുഷ്യനാവുക എന്നുള്ളത് മഹാഭാഗ്യം. മുമുക്ഷു ആവുക എന്നുള്ളത് ആത്മീയതയിൽ താല്പര്യം, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം, അത് മനുഷ്യരിൽ തന്നെ അപൂർവ സൗഭാഗ്യം. പക്ഷെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് മഹാപുരുഷ സംശ്രയം. അതായത് ഒരു മഹാഗുരുവിനെ കണ്ടെത്തുക നമ്മുടെ ജീവിതകാലത്ത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. അദ്ദേഹത്തിനെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ കീഴിൽ ധ്യാനം പരിശീലിക്കുക. അതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. അങ്ങനെ പറയുമ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ എല്ലാ പരിശീലകരും ഈ 3 മഹാഭാഗ്യങ്ങൾ സിദ്ധിച്ചവരല്ലേ. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറഞ്ഞ്, എൻ്റെ സഹയാത്രികരായ നിങ്ങളെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. അതായത് ഒരു വലിയ മഹാഭാഗ്യമാണ്. അപ്പൊ ഒരു മഹാഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മഹാഗുരു തന്നെ അഭിനന്ദിക്കുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കും, ഈ മഹാഭാഗ്യത്തിന് കാരണം എന്താണ്? സംപ്രേഷണം കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് ഹാർട്ട്ഫുൾനെസ്സിൽ അല്ലേ. അപ്പൊ ഹാർട്ട്ഫുൾനെസ് ആണ് നമുക്ക് ഈ ആത്മീയ നില തരുന്നത്. അപ്പൊ ഈ സംപ്രേഷണത്തിന്റെ ഉടമ ആരാണ്? മാസ്റ്റർ. അപ്പൊ മാസ്റ്ററോട് നമുക്ക് നന്ദിബോധം തോന്നും. ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിബോധമാണ് സ്നേഹത്തിന്റെ ഉദാത്തമായ അവസ്ഥ. അത് നമ്മളെ അദ്ദേഹത്തിന്റെ സ്മരണയിലേക്ക് നയിക്കും. സ്മരണയാണ് പിന്നീട് സ്നേഹമായിട്ട് മാറുന്നത്. അങ്ങനെ ആ സ്നേഹം വന്നതോട് കൂടിയിട്ടാണ് ബാബുജിയുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നിങ്ങളെല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. സ്നേഹമാണ് നമ്മളെ അനുഗ്രഹത്തിന് പാത്രമാക്കുന്നത്. അപ്പോ മഹാഭാഗ്യം മുതൽ
നന്ദിബോധം തൊട്ട് അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്താ? ആനന്ദമാണ്. ഈ മഹാഭാഗ്യം കിട്ടിയെന്നുള്ള ഒരു ആനന്ദം നമുക്ക്. ഇനി ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ആദ്യത്തെ ഹാർട്ട്ഫുൾനെസ് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മൾ 3 സിറ്റിംഗ് എടുക്കുന്നു. ഈ 3 സിറ്റിങ്ങിൽ നമ്മൾ സംപ്രേഷണം സ്വീകരിക്കുമ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വം അനുസരിച്ച് ബഹുഭൂരിപക്ഷം സംസ്കാരങ്ങൾ നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട് ഈ 3 സിറ്റിങ്ങിൽ തന്നെ. ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കുറച്ച് ബാക്കി വയ്ക്കുന്നതെന്ന് അർത്ഥം. മുഴുവനായിട്ട് നീക്കം ചെയ്തൂടെ? മുഴുവനായിട്ട് നീക്കം ചെയ്താൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കും. കാരണം എന്താ? ഹാർട്ട്ഫുൾനെസ് തത്വം അനുസരിച്ച് നമ്മൾ സംസ്കാരങ്ങളെ കൊണ്ട് ജനിക്കണം, സംസ്കാരങ്ങളെ കൊണ്ട് മരിക്കണം. സംസ്കാരങ്ങളാണ് നമ്മുടെ ജീവിതം, സംസ്കാരങ്ങളുടെ ഭോഗമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. സംസ്കാരങ്ങളില്ലാതെയാവുമ്പോൾ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ മോക്ഷപ്രാപ്തി എന്നുള്ള അവസ്ഥയിലേക്ക്, ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ പുറത്താവും. അപ്പോൾ ജീവിതത്തിൻ്റെ സംസ്കാരങ്ങളുടെ ഭോഗമാണ് നമുക്ക് ജീവിതം തരുന്നത്. അതുകൊണ്ടാണ് മുഴുവൻ സംസ്കാരങ്ങളെ നീക്കം ചെയ്യാതെ കുറച്ച് സംസ്കാരങ്ങളെ ബാക്കി വയ്ക്കുന്നത് ആദ്യത്തെ 3 സിറ്റിങ്ങിൽ. എന്ന് മാത്രമല്ല, അതിൻ്റെ ഭോഗം അനുഭവിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം എന്താ? ഈ സംസ്കാരങ്ങളുടെ ഭോഗം നമ്മൾ അനുഭവിക്കുന്നതിനാ അതിന്ന് പല പാഠങ്ങളും നമ്മൾ ഉൾക്കൊള്ളാനുണ്ട്. എന്താണ് ആ പാഠം? ഈ തെറ്റുകൾ നമ്മൾ ഇനി ആവർത്തിക്കരുത്. അപ്പം ആ ഭോഗം അനുഭവിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ തെറ്റുകൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ജീവിതം സ്വാഭാവികമായി നിലനിർത്താനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും വേണ്ട ഒരു മിനിമം സംസ്കാരങ്ങൾ മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം ആദ്യത്തെ 3 സിറ്റിങ്ങിൽ മാസ്റ്റേഴ്സ് നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 3 സിറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് അനുവദിച്ചു തരുന്ന ജീവിതം മുഴുവൻ ഒരു പ്രസാദമാണ്. പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെ നമ്മൾ സ്വീകരിക്കുക? ആനന്ദത്തോടെയും സ്നേഹത്തോടെയും നന്ദിബോധത്തോടെയാണ് നമ്മുടെ ജീവിതം നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണ് ആനന്ദം? കാരണം ഇതിൽ സംഭവിക്കുന്ന എല്ലാം നമുക്ക് നല്ലതിനാണ്. മാത്രമല്ല, അത്യാവശ്യമുള്ളത് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ പ്രസാദമായിട്ട്. ഒരു അഭ്യാസിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ തത്വം ഉൾക്കൊള്ളുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പരാതികളും നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ഉള്ളിൽ ജോയ് എന്നുള്ള, ആനന്ദം എന്നുള്ള ഒരു ആത്മീയ നില മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നമുക്ക് നല്ലതാണ്. കാരണം അത് ഗുരുവിൻ്റെ പ്രസാദമാണ്. ഈ സംസ്കാരങ്ങളുടെ ഭോഗത്തിന് ഞാൻ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ നമുക്കൊരു ആനന്ദമായിട്ട് മാറും. ആ അവസ്ഥയിലേക്ക് ഒരു അഭ്യാസിയുടെ ജീവിതത്തിൽ, ഹാർട്ട്ഫുൾനെസ് അഭ്യാസിയുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ആനന്ദമാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സിസ്റ്റൻസ് കോൺഷ്യസ്നസ് ബ്ലിസ് എന്ന് പറയുന്നത്. സച്ചിത് ആനന്ദം. ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ എനിക്ക് ആനന്ദം തരുന്നു. ഈ പ്രപഞ്ചത്തിൽ നോക്കിയ എല്ലാ ജീവജാലങ്ങളും സച്ചിദാനന്ദത്തിലാണ്. സസ്യങ്ങൾ അവ നിലനിൽക്കുന്നു, അതിന് ബോധമുണ്ട്, അത് ആനന്ദത്തിലാണ്. ജന്തുജാലങ്ങൾ അവയും നിലനിൽക്കുന്നു, ആനന്ദത്തിലാണ്, ബോധമുണ്ട്, ആനന്ദത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ആനന്ദത്തിലാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും മഹിമ അത് പ്രകടമാക്കുന്നു. അതിൻ്റെ ബെസ്റ്റ് പാർട്ടാണ് അത് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത് ആനന്ദത്തിലെന്ന് പറയാൻ കാരണം. മനുഷ്യനോ? മനുഷ്യൻ നിലനിൽക്കുന്നു, അവന് ബോധമുണ്ട്, പക്ഷെ അവന് ആനന്ദമില്ല. എന്താ കാരണം? ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, അതുപോലെ അഹം എന്നുള്ള ഭാവം, ഇതുകൊണ്ട് നമ്മുടെ മനസ്സ് വികലമാവുന്ന സമയത്ത് നമ്മുടെ ആനന്ദം നഷ്ടപ്പെടും. ഈ ആനന്ദം നഷ്ടപ്പെടുമ്പോൾ എന്ത് വേണം? നമുക്കൊരു ഗുരുവിനെ കണ്ടെത്തേണ്ടതുണ്ട്, ആത്മീയ സാധന നമുക്ക് ആവശ്യമുണ്ട്, സംസ്കാരങ്ങളുടെ ഭോഗം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ എന്താ പറയുക? എങ്ങനെ സംസ്കാരങ്ങൾ ഉണ്ടാവുന്നത്?
ഇഷ്ടാനിഷ്ടങ്ങളിലാണ് തുടക്കം, അല്ലേ? നമ്മുടെ ബോധം ഇന്ദ്രിയങ്ങൾ കൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാണുക, കേൾക്കുക, തൊടുക, രുചിച്ചറിയുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം അത് കൂടെ കടന്നു പോകുമ്പോൾ എല്ലാത്തിനോടും നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളാണ്. ആ ഇഷ്ടാനിഷ്ടങ്ങള് നമ്മുടെ സി പോയിന്റിനെ ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെയല്ലേ ആർട്ട്ഫുൾനെസ് പ്രിൻസിപ്പിൾ. അവിടെ ഒരു വൈബ്രേഷൻ വരും. അത് വസ്തുക്കളോടും വ്യക്തികളോടുമായിട്ട് ഫിൽട്ടർ ചെയ്യും. വസ്തുക്കളോടാകുമ്പോൾ എ എന്നുള്ള പോയിന്റിലും വ്യക്തികളോടാകുമ്പോൾ ബി എന്നുള്ള പോയിന്റിലും വൈബ്രേഷൻസ്. അപ്പോൾ എ ബി സി പോയിന്റുകളിൽ വൈബ്രേഷൻ വരുമ്പോൾ ഹൃദയത്തിന്റെ ആദ്യത്തെ ചക്രം അസ്വസ്ഥമാവും. അതായത് നമ്മുടെ സംതൃപ്തി നഷ്ടപ്പെടും. അത് രണ്ടാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നമ്മുടെ ശാന്തി നഷ്ടപ്പെടും. മൂന്നാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നാലാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നമുക്ക് ഭയം തോന്നും. ഇതെല്ലാം കൂടിക്കലർന്ന് അഞ്ചാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നമ്മൾ അവ്യക്തത, ഒരു മായാലോകത്തിൽ, ഒരു ഇല്യൂഷന്റെ ലോകത്തിലേക്ക് പോകുന്നുണ്ട്. മായാലോകത്തിലുള്ള ആൾക്ക് എങ്ങനെ ആനന്ദം ഉണ്ടാവും? നമ്മുടെ ആനന്ദം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. തുടങ്ങുന്ന എവിടുന്ന സി പോയിന്റ്. അപ്പൊ അതുകൊണ്ടാണ് സി പോയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. സി പോയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യാൻ നമ്മൾ നിരന്തര സ്മരണ, സാക്ഷിഭാവം. എന്താണ് സാക്ഷിഭാവം? ഗുരുവിനെ അല്ലെങ്കിൽ ഈശ്വരനെ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷിയാക്കുക. അദ്ദേഹത്തിന്റെ ഹൃദയവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. നമ്മുടെ ഹൃദയം അദ്ദേഹത്തിന്റെ വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള സങ്കല്പം അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്നുള്ള ബോധത്തിൽ നമ്മളെ ചിന്തകളും പ്രവൃത്തികളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സാക്ഷിഭാവത്തിലാണ്, നിരന്തര സ്മരണയിലാണ്. സംസ്കാരങ്ങൾ ഉണ്ടാവില്ല. സി പോയിന്റ് സംരക്ഷിക്കും. അങ്ങനെയല്ലേ? ഇനി ബാക്കി വരുന്ന മുദ്രകളെ നമ്മൾ എ പോയിന്റ് ബി പോയിന്റിൽ പ്രാക്ടീസസ് ഉണ്ട്. എ പോയിന്റിൽ മെഡിറ്റേറ്റ് ചെയ്യും, ബി പോയിന്റിൽ നമ്മൾ ക്ലീൻ ചെയ്യും. അതുകൊണ്ടാണ് ലാലാജി മഹാരാജ് പറഞ്ഞത് എ ബി എന്നുള്ള പ്രാക്ടീസസ് ചെയ്യാത്തവരുടെ ആത്മീയ പുരോഗതിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കില്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താ? ഈ ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഹം എന്നുള്ള ബോധവും അത് അഭ്യാസി തന്നെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് ആത്മീയതയിലെ ആദ്യത്തെ പുഷ്, ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് നേരത്തെ പറഞ്ഞ പോലെ സ്വഭാവ രൂപീകരണം പോലെ ആനന്ദം ബോധപൂർവ്വം നിലനിർത്തേണ്ട പോലെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ പ്രഥമ ചരണം എന്ന് പറയുന്നത് അഭ്യാസിയുടെ ഉത്തരവാദിത്തമാണ്. എന്ന് മാത്രമല്ല, ഈ എ പോയിന്റിന്റെ പ്രതിഫലനം നമുക്ക് ആറാമത്തെ ചക്രത്തിൽ കാണാം. A1 B1. 10ാമത്തെ ചക്രത്തിലാണ് A2 B2 എന്ന് പറയുന്നത്. 10ാമത്തെ ചക്രം എന്താണ്? SDK അല്ലെ? സഹസ്രദള പത്മം എന്ന് അതിനെ പറയാം. അതായത് സച്ചിദാനന്ദ അവിടെയാണ്. അപ്പോ എ ബി പോയിന്റിന്റെ പ്രാക്ടീസും സി പോയിന്റിന് നമ്മൾ നിരന്തര സ്മരണയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് 10ാമത്തെ ചക്രം വരെയുള്ള ആത്മീയ പുരോഗതിയുടെ വഴി ക്ലിയർ ചെയ്യുന്ന പോലത്തെ ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റല്ലേ? ഈ 10ാമത്തെ ചക്രത്തിൽ തൊട്ട് താഴെയുള്ള 9ാമത്തെ ചക്രം എന്താണ്? പ്രപന്ന, ഹനുമാൻ അല്ലേ നമ്മൾ പറയാം. അതായത് നമ്മൾ സമർപ്പണ ഭാവം. 8ാമത്തെ ചക്രം എന്താണ്? യഥാർത്ഥത്തിലുള്ള വൈരാഗ്യമാണ്, ശാന്തി അവിടെ അനുഭവപ്പെടുക. അപ്പോ വൈരാഗ്യവും സമർപ്പണ ഭാവമാണ് നമ്മളെ 10ാമത്തെ ചക്രമായ സച്ചിദാനന്ദത്തിലേക്ക് നയിക്കുന്നത്. ഇതെല്ലാം തുടങ്ങുന്ന എവിടുന്ന? സി പോയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യണു, എ ബി പ്രാക്ടീസ് ചെയ്യണു, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണു. അപ്പോഴല്ലേ ഈ വഴി ക്ലിയർ ആവണത്. അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, സച്ചിത് ആനന്ദം എന്ന് പറയുന്നത് 10ാമത്തെ ചക്രത്തിന്റെ സ്വഭാവ വിശേഷമാണ്. അത് കഴിഞ്ഞിട്ടും ആത്മീയ പുരോഗതിയുടെ പോയിന്റുകളുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ആനന്ദം എന്നുള്ള ഭാവം നിലനിർത്തി
നമ്മളെ അനുഗ്രഹത്തിന് പാത്രമാവുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നല്ലേ കാണിക്കുന്നത്. അപ്പൊ എന്തായിരിക്കണം നമ്മുടെ മനോഭാവം? നമ്മുടെ മനോഭാവം, നമ്മൾ ഈ ആത്മീയ പാതയിൽ വന്നത് ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമാണെന്ന് അറിയുമ്പോൾ അതിന് കാരണമായ ഗുരുവിനോടുള്ള നന്ദിബോധമാണ് നമ്മുടെ മനോഭാവമായിട്ട് മാറുന്നത്. ഈ നന്ദിബോധം നമ്മളെ സ്മരണയിലേക്കും, സ്മരണ സ്നേഹത്തിലേക്കും, സ്നേഹം നമ്മളെ അനുഗ്രഹത്തിലേക്കും നയിക്കും. അപ്പോഴാണ് ബാബുജി മഹാരാജ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു അഭ്യാസി മാസ്റ്ററെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മീയ പുരോഗതി സാധിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഈ കമ്പ്യൂട്ടർ ടേംസിൽ പറയില്ലേ, ഒരു ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ ഡൗൺലോഡ് ചെയ്യണ പോലെ ഈ സ്നേഹത്തിന്റെ ലിങ്കിലാണ് ഈ സ്പിരിച്വൽ കണ്ടീഷൻസ് നമ്മളിലേക്ക് ഡൗൺലോഡ് ആവും. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ആനന്ദത്തിന്റെ പ്രസക്തി എന്താണെന്നാണ് അല്ലേ? ഭൗതിക ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു മിനിമം സന്തോഷമില്ലാണ്ട് ഭൗതിക ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഭൗതിക ജീവിതത്തിൽ പലരും ലക്ഷ്യം തന്നെ സന്തോഷമാണ് അല്ലേ? അല്ലെ നമ്മൾ പറയാം, എന്താ ഭൗതിക ജീവിതത്തിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം വേണമെന്ന്. ഒരു ഹാർട്ട്ഫുൾനെസ് പരിശീലകനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 സിറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജീവിതം എന്താണ്? പ്രസാദമാണ്. ആ പ്രസാദം എപ്പോഴും ആനന്ദത്തോടെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു അഭ്യാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആനന്ദമയമാണ്. കാരണം ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതം ആനന്ദപൂർണ്ണമാണ്. കാരണം എന്താ? അതൊരു പ്രസാദമാണ്. അതിൽ എന്ത് സംഭവിച്ചാലും അനുഗ്രഹമാണ്. മാത്രമല്ല അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കതിന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇപ്പൊ ഭൗതിക ജീവിതം ആനന്ദമയമായി. ആത്മീയ ജീവിതത്തിൽ ഈ ആനന്ദം എന്നുള്ള ബോധപൂർവം നമ്മൾ നിലനിർത്തുമ്പോഴാണ് ഉന്നതമായ ആത്മീയ നിലകൾ നമ്മളിലേക്ക് ഒഴുക്കി തരുന്ന അനുഗ്രഹം ഗുരുവിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു ആനന്ദം കഴിഞ്ഞിട്ടും പിന്നെയും പോയിന്റുകൾ ഇല്ലേ? 10ാമത്തെ പോയിന്റ് കഴിഞ്ഞാലും പ്രഭു എന്നുള്ള മേഖലയിൽ 11, 12, 13 ഒക്കെ ചക്രങ്ങളില്ലേ? അപ്പോ ആത്മീയതയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലയാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. ഒരു ഹാർട്ട്ഫുൾനെസ് അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒരുപോലെ ആനന്ദം പ്രസക്തമാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് ജോയ് അട്രാക്ട് ഗ്രേസ്, അല്ലെങ്കിൽ ആനന്ദം അനുഗ്രഹത്തെ ആകർഷിക്കുന്നു എന്നുള്ള ഈ പ്രസ്താവന ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒരുപോലെ പ്രസക്തമാണ്. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനേട്ട. ഈ 3 വാക്കുകളുള്ള ഈ ഒരു ചെറിയ പ്രസ്താവനയ്ക്ക് ഇത്രയധികം ആഴങ്ങളുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അതിന്റെ കൂടുതൽ എല്ലാ വശങ്ങളും, ഇത്രയധികം വശങ്ങളുണ്ടെന്ന് വളരെയധികം മോനേട്ടൻ ഇത്ര ഡീപ്പായി, ഇത്ര അഗാധമായി പല കാര്യങ്ങളും പറഞ്ഞു. വളരെയധികം നന്ദി. എനിക്ക് തോന്നുന്നു നമ്മള് ആ ആനന്ദം എങ്ങനെ സൂക്ഷിക്കണം അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അങ്ങ് സംസാരിച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഓരോ A point മെഡിറ്റേഷൻ, B point ക്ലീനിങ്, നിരന്തര സ്മരണ, അതുപോലെ തന്നെ നമ്മളെ ഭൗതിക ജീവിതത്തിൽ എങ്ങനെയാണ് സൂക്ഷിക്കണം, അതിന്റെ പ്രാധാന്യം, ഇതെല്ലാം നമ്മൾ ഈ എപ്പിസോഡ് വീണ്ടും വീണ്ടും കേട്ട് അത് നമ്മളെ ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായി പുതുതായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കായി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം. മൃദുവായി കണ്ണുകൾ വെച്ച് എന്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എന്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക,
ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. ഇനി 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അത് ഇങ്ങനെയാണ്: എല്ലാവരിലും, ലോകത്തെല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ 15 മിനിറ്റ് ധ്യാനിക്കുന്നു. അപ്പൊ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അത് കഴിഞ്ഞ് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. നന്ദി, നമസ്കാരം.